പെട്ടെന്ന് എൻ്റെ മെസ്സേജ് ചുരുക്കം വാചകങ്ങളിൽ ചില ദൈവിക ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ട് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനം എന്ന് പറയുന്നത് 27-ാമത്തെ സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം വാക്യങ്ങളാണ് അതിനകത്ത് ഓരോന്നും അടങ്ങിയിരിക്കുന്നത്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചോളം വളരെ ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. എന്നാൽ ഞാൻ ഇന്ന് പകലിൽ സ്തോത്രം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ തന്നെ. സ്തോത്രം. നോക്കുക, ആ വാക്യത്തിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഒരു കാര്യം അപേക്ഷിച്ചു. സ്തോത്രം. 2, സ്തോത്രം, ഹല്ലേലൂയ, ആ ഒരു കാര്യം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. 3-ാമത് ആ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. സ്തോത്രം. അടുത്തതായി സ്തോത്രം ആ വാക്യത്തിൽ തന്നെ 4-ാമതായി കാണുന്നു, സ്തോത്രം, അവൻ്റെ മന്ദിരത്തിൽ നാം ധ്യാനിക്കണം. സ്തോത്രം. 5-ാമതായി ആ വാക്യത്തിൽ കാണുന്നു, ആയുഷ്കാലം ഒക്കെയും. സ്തോത്രം. കരമുയർത്തി കർത്താവിനെ എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. ആ ഒരു വാക്യത്തിൽ തന്നെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. സ്തോത്രം. 1, ഒരു കാര്യം. 2, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 3-ാമത് പറയുകയാണ്, ദൈവത്തിൻ്റെ മനോഹരത്വം എനിക്ക് കാണണം. 4-ാമതായി പറയുക, ആ മനോഹരത്വം കാണുക മാത്രമല്ല, സ്തോത്രം, മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം. ആ മനോഹരത്വം അനുഭവിച്ച് എൻ്റെ ശരീരത്തിൽ ഞാനതിനെ ധ്യാനിക്കണം. സ്തോത്രം. അതുകൊണ്ട് മാത്രം തീരുകയല്ല, എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ കർത്താവിനെ ആരാധിക്കണം. എൻ്റെ ആയുസിൻ്റെ അവസാന മിനിറ്റ് വരെ എനിക്ക് കർത്താവിനെ ആരാധിക്കണം. ഇന്ന് പകൽ ഇങ്ങനെ ആഗ്രഹമുള്ള ദൈവജനം ഒന്ന് ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്, സ്തോത്രം, ഹല്ലേലൂയ, അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചപ്പോൾ 5 രീതിയിലുള്ള മെസ്സേജുകളാണ് പോകുന്നത്. സ്തോത്രം. ഇന്ന് പകൽ അതിനകത്ത് വലിയ സമയമില്ലാത്തത് കൊണ്ട്, സ്തോത്രം, ഞാൻ സ്തോത്രം വളരെ ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, ഒരു കാര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ആ ഒരു കാര്യമെന്ന് സ്തോത്രം 26-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, സ്തോത്രം, യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. അപ്പം ഇവിടെ ഭക്തനായ ദാവീദ് പറയുകയാണ്, എനിക്ക് ഒരു കാര്യം ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? ആ ആഗ്രഹം എന്താണെന്നറിയാമോ? സ്തോത്രം. ആഗ്രഹമാണ് 26-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും, സ്തോത്രം, നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. ഇന്ന് പകലിൽ എത്ര പേർക്ക്, സ്തോത്രം, ഈ വാക്യത്തോട് ചേർന്ന് പറയുവാൻ കഴിയുന്നുണ്ട്, കർത്താവേ, സ്തോത്രം, എനിക്ക് അങ്ങയുടെ ആലയമായ വാസസ്ഥലത്തോടും, ഹല്ലേലൂയ, നിന്റെ മഹത്വത്തിൻ്റെ നിവാസത്തോടും അടുത്തിരിക്കുവാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് ഇന്ന് പകൽ ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? സ്തോത്രം. നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമം നാം വായിക്കുമ്പോൾ ആലയം എന്ന് പറയുന്നത്, സ്തോത്രം, വർഷത്തിൽ ഒരിക്കൽ പോയി അവിടെ ആ യാഗം കഴിച്ച് ആരാധന കഴിച്ച് മടങ്ങി വരുന്ന ഒരാലയത്തെ പറ്റിയാണ് പഴയ നിയമം പറയുന്നെങ്കിലും, സ്തോത്രം, പുതിയ നിയമ വ്യക്താക്കളായ നാം ഓരോരുത്തരും ആലയമെന്ന് പറയുന്നത് നമ്മുടെ ശരീരമായ ഓരോരുത്തരുമാണ്. ഇൻഡിവിജ്വലി നിങ്ങളെല്ലാവരും ആലയങ്ങളാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ആലയമായ നിങ്ങളിൽ ഇന്ന് പകൽ ഒരു കാര്യം ആഗ്രഹിക്കണം, കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഓ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഹല്ലേലൂയ. ആ സാന്നിധ്യം ആരാധനയ്ക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ മാത്രമല്ല, സ്തോത്രം, എനിക്ക് ഇവിടുന്ന് ഒന്ന് പുറത്തു പോകുമ്പോഴും, ഞാൻ യാത്ര ചെയ്യുമ്പോഴും, ഞാൻ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇന്ന് പകൽ ആ സാന്നിധ്യത്തെ ഒരിക്കലെങ്കിലും, സ്തോത്രം, തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ, ഇന്ന് പകലിൽ
ഇവിടെ ഹല്ലേലൂയ നശിച്ചു പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ ഇന്ന് പകൽ വെമ്പൽ കൊള്ളേണ്ടത്. ഇന്ന് പകൽ ഒരു ആത്മീയ മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ഉള്ളിലെ ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവേ അങ്ങയുടെ ആലയത്തിലേക്ക്, എൻ്റെ ആലയമായി ഈ ശരീരത്തിലേക്ക് അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ശബ്ദങ്ങളും ഉയർത്തി ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഇന്ന് പകൽ സ്തോത്രം. ആരും കാഴ്ചക്കാരായിരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ആരും മാർക്കിടുവാൻ വേണ്ടി ഇന്ന് പകൽ ഇതിനകത്ത് ഇരിക്കരുത്. ഇന്ന് പകൽ ഇൻഡിവിജ്വലി നിങ്ങൾ ദൈവസാന്നിധ്യത്തെ അനുഭവിച്ച് ഈ ഹോള് വിട്ട് മടങ്ങി പോകാവുള്ളൂ. നാളത്തെ പ്രതിസന്ധികളെ നേരിടേണ്ടത് പാസ്റ്റർ ആയിരിക്കത്തില്ല. നിങ്ങളുടെ പ്രതിസന്ധികളെ നേരിടേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഇന്ന് പകൽ അതിനെ നേരിട്ട് ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിനകത്ത് ഇന്ന് പകൽ ആത്മശക്തി ആവശ്യമാണ്. ഇന്ന് പകൽ ഈ സാന്നിധ്യം ഉള്ളിൽ വ്യാപരിക്കുമ്പോഴുണ്ടല്ലോ സ്തോത്രം, ഈ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ 25-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, ഈ സാന്നിധ്യം ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഒരു മനുഷ്യനെ അവിടെ കാണുവാൻ കഴിയുന്നു. അതിനവൻ പാപിയോ, സ്തോത്രം, പാപിയല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. ഒന്ന്, ഞാൻ അറിയുന്നു ഞാൻ കുരുടനായിരുന്നു, ഇപ്പോഴെനിക്ക് കാണാം. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ ദൈവമക്കളോട് പറയാം, ഞാൻ ഇതിന്റെ പുറകിൽ പാപിയായിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒന്നറിയുന്നു, എൻ്റെ കണ്ണിന്ന് പകൽ എനിക്ക് കാണാം. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ ദൈവമക്കളോട് പറയുക, ഈ ആത്മ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിനകത്ത് വ്യാപരിക്കുമ്പോൾ, നിങ്ങളുടെ അകത്തെ കണ്ണു തുറക്കും. അപ്പോൾ ഒന്ന് പറയും, എനിക്ക് എൻ്റെ ആത്മാവിൽ എൻ്റെ കർത്താവിനെ കാണാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽ സ്തോത്രം. ആത്മ കണ്ണു കൊടുന്ന ദൈവമക്കൾ ഒരു നിമിഷം ആത്മനിയോഗത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽ സ്തോത്രം. ആരെങ്കിലും ആത്മീയ നിലവാരം താഴ്ന്നതാണ് ഇരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ കർത്താവിനോട് പറ, കർത്താവേ, ഒന്ന് ഞാൻ അറിയുന്നു, എനിക്കിപ്പോൾ എൻ്റെ കണ്ണ് തുറന്ന് കാണാം. ഇന്ന് പകൽ ഈ ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽ വ്യാപരിക്കണമെങ്കിൽ, അതൊരു ശക്തിയായി മാറണമെങ്കിൽ നിങ്ങളുടെ ആത്മീയ കണ്ണിന്ന് പകൽ തുറക്കണം. ഇന്ന് പകൽ നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കണം. ആത്മീയ കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കുമ്പോൾ ആരാധന അറിയാതെ നിങ്ങളുടെ നാവിൽ നിന്ന് ഉയരും. അറിയാതെ നിങ്ങളുടെ കരം അടിക്കുവാൻ വേണ്ടി തുടങ്ങും. അറിയാതെ ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ കരയുവാൻ വേണ്ടി തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ ആരും നിങ്ങളെ തലയിൽ കൈവെക്കണ്ട. ആരും നിങ്ങളുടെ മേൽ സ്തോത്രം ഹല്ലേലൂയ ശക്തി ഇറങ്ങട്ടെ എന്നൊന്നും പറയണ്ട. അറിയാതെ നിങ്ങൾ ഇതിനകത്തോട് ചേർന്ന് കഴിയുമ്പോൾ ഈ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ശരീരത്തിൽ വ്യാപരിക്കുവാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽ ഈ ലൈറ്റൊക്കെ ഇവിടെ കത്തി നിൽക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ സ്തോത്രം, ഈ ലൈറ്റ് കത്തണമെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഇന്ന് പകൽ ആ ഇലക്ട്രിസിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്ത് അതിൻ്റെ സ്പോട്ടുകളിലെല്ലാം അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ അതിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ ആ ലൈറ്റ് കത്തുന്നത് പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് ഹല്ലേലൂയ ഇന്ന് ഒരു കുറവും വന്നിട്ടില്ല. അന്ന് വ്യാപരിച്ച അതേ ആത്മാവ് ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ സ്തോത്രം. അത് നമുക്ക് ഇന്ന് പകൽ തിരിച്ചറിയുവാൻ കഴിയാത്തതെന്ന് പറയുന്നത് നമ്മുടെ അകക്കണ്ണിന്ന് പകൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഓ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ, എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ നിങ്ങളുടെ അകക്കണ്ണ് തുറക്കുമ്പോൾ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്തോത്രം പാപ സ്വഭാവത്തെ പറ്റി നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണ് തുറന്നു കഴിയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും. കുഞ്ഞുങ്ങളെല്ലാം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ എൻ്റെ ആത്മീയ കണ്ണൊന്ന് തുറക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ വർഷത്തിന്റെ 2ാമത്തെ മാസത്തിന്റെ അവസാന ഞായറാഴ്ചയിൽ വന്നിരിക്കുമ്പോൾ എത്ര പേർക്ക് ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ പറയുവാൻ വേണ്ടി കഴിയുന്നുണ്ട്, കർത്താവേ, എൻ്റെ ആത്മീയ കണ്ണിനെ ഒന്ന് തുറക്കണമേ ഒന്ന്. ആത്മനിയോഗത്തോടെ ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കഴിയുന്നുണ്ട്? Hallelujah, 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 hallelujah.
നോക്കുക പ്രിയപ്പെട്ടവരെ, 63 സങ്കീർത്തനത്തിന്റെ 2 തൊട്ടുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ, സ്തോത്രം, 63 സങ്കീർത്തനത്തിന്റെ 2 തൊട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ജയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ ആധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഇന്ന് പകൽ ഞാനൊരു ദൂത് നിങ്ങളോട് പറയുകയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണ് തുറന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. ഈ സങ്കീർത്തനത്തിൽ ചേർന്ന് ഇന്ന് പകൽ നമ്മൾ പറയണം, നിന്റെ ജയ ജീവനേക്കാൾ നല്ലതാകുന്നു. ആമേൻ. അതങ്ങനെ പറയുകയല്ല, നിങ്ങളുടെ ആധാരം കൊണ്ട് അത് പറഞ്ഞു തുടങ്ങിക്കേ. ഇന്ന് പകൽ ഇതിനകത്ത് ഇരിക്കുന്ന ദൈവമക്കൾ ഒന്ന് പറഞ്ഞു തുടങ്ങുകയെ, നിന്റെ ദയ ഒന്ന് പറഞ്ഞാട്ടെ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. ഇന്ന് പകൽ കണ്ണു തുറന്ന വ്യക്തിക്ക് ഇങ്ങനെ പറയുവാൻ വേണ്ടി കഴിയും, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. അവിടെ കൊണ്ട് മാത്രമല്ല, എൻ്റെ ആദരങ്ങൾ അതിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ നിന്നെ വാഴ്ത്തും. എൻ്റെ ഹല്ലേലൂയ, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. അവിടെ കൊണ്ട് മാത്രം തീർന്നില്ല. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന്, സ്തോത്രം, മാഗ്നയും തേജസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരും. എൻ്റെ വായ സന്തോഷമുള്ള ആധരങ്ങളാൽ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നീ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ പേക്കൂത്ത് കാണത്തില്ല പ്രിയപ്പെട്ടവരെ. നിന്നെ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് അലറി വിളിക്കുന്നവരല്ല, സ്തോത്രം, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ. സ്തോത്രം, നീ ഉറങ്ങുമ്പോൾ നല്ല സ്വപ്നത്തെ ദൈവം നൽകി തരും. നല്ല ദർശനങ്ങളെ ദൈവം ദാനമായി നൽകി തരും. ഭയമില്ലാതെ ഉറങ്ങുവാൻ കഴിയും. ഇരുളിനെ നീ ഭയപ്പെടണ്ട. സ്തോത്രം, ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ ദൈവമക്കളായി ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ഒരു കാര്യമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവത്തിന്റെ മഹാമനോഹരത്വം എനിക്കൊന്ന് കാണണം. അതെന്റെ മന്ദിരത്തിൽ, എൻ്റെ ശരീരത്തിൽ അതിനെ ഒന്ന് ക്യാരി ചെയ്യുവാനുള്ള ഒരാത്മബലം ഇന്ന് പകൽ എൻ്റെ മേൽ പകരണമേ എന്നൊന്ന് ആത്മനിയോഗത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് തട്ടി ചേർത്തടിച്ചു ചില സെക്കൻഡുകൾ ഒരുമിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. സകല മാനത്തിനും യോഗ്യനായ കർത്താവിനെ, സകല പുകഴ്ചയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ നീ ഉറങ്ങുമ്പോൾ പേടിക്കേണ്ട വരത്തില്ല കുഞ്ഞെ. നിന്നെ ഭയപ്പെടുത്തുന്നതൊന്നും നിന്റെ ഭവനത്തോട് അടുക്കത്തില്ല. ഇന്ന് പകലിൽ നിന്റെ കണ്ണ് തുറക്കേണ്ടതുപോലെ തുറന്നാൽ ഒരു കാര്യത്തിൽ തന്നെ നീ വിഷൻ വെച്ചാൽ ഇന്ന് പലതരം എത്തിക്കേണ്ടടുത്ത് നിന്നെ എത്തിക്കും. നീ സമാധാനത്തോടെ കിടന്നുറങ്ങും. നിന്റെ ആയുസ്സിന് മുമ്പേ നിന്റെ ആയുസ്സിനെ പിശാച് ക്യാരി ചെയ്യുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഒത്തിരി ചിന്തകൾ എനിക്ക് സങ്കീർത്തന ഭാഗത്തു നിന്ന് പറയുവാനുണ്ട്. സ്തോത്രം, ഒരു കാര്യം മാത്രം ഹല്ലേലൂയ നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുവാൻ, ഒരു ഭാഗം മാത്രം നമ്മൾ ചിന്തിച്ചു. അതിനൊക്കെ തടങ്ങിയിരിക്കുന്ന ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അതിൻ്റെ മർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ വലിയ ആത്മീയ ഉണർവുണ്ടാക്കുന്ന ദൈവവചന ചിന്തകളാണ്. ഇന്ന് പകൽ സമയ സ്തോത്രം മറ്റൊരവസരത്തിൽ നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം. ഒരു നിമിഷം കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുകയാണ്, കർത്താവേ, ദൈവത്തിൻ്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. അത് കാണുവാൻ വേണ്ടി എൻ്റെ കണ്ണിനെ, എൻ്റെ അകക്കണ്ണിനെ ഇന്നു പകലൊന്ന് തുറക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആത്മീയ മനുഷ്യനെ നിങ്ങളുടെ ദൈവകൃപയിൽ നിന്ന് ചോർത്തിക്കളയുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളോട് ഇന്ന് പകൽ പറ, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ അതിനെ ജയം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ദൈവകൃപയിൽ നിന്ന് നിങ്ങളെ ചോർത്തിക്കളയുന്ന, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചു മാറ്റിക്കളയുന്ന എല്ലാ ഇരുളിൻ്റെ ശക്തികളും അങ്ങനെയുള്ള ഇരുളിൻ്റെ ചിന്തകളെയും ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ നിങ്ങൾ തന്നെ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് പറ, ഞാൻ ഇന്ന് പകൽ അതിനെ ജയിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന, സമാധാനത്തെ കെടുത്തിക്കളയുന്ന, അന്യോന്യം പോരിന് വിളിക്കുന്ന എല്ലാ ദുരാത്മ ശക്തികളെ നോക്കി, ഇരുളിന്റെ വ്യാപാരങ്ങളെ നോക്കി ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ പറ, എൻ്റെ കണ്ണ്
തുറക്കപ്പെടട്ടെ. ഇന്ന് പകൽ ആ ശക്തിയെ ജയിക്കുന്ന ഒരാത്മീയ നിയോഗം ഇന്ന് പകൽ എൻ്റെ കുടുംബത്തിനകത്തേക്ക്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് വ്യാപരിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല സ്തോത്രം, ദൈവിക ദൂതനായ സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന് ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാനും ഞങ്ങളുടെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും ഉള്ള കൃപ ഇന്ന് പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരണമേ. അതൊരു നിമിഷം കൊണ്ട് തീരുവാനല്ല, എൻ്റെ ആയുസിൻ്റെ അവസാനം വരെയും അതിനെ ക്യാരി ചെയ്ത് അങ്ങ് നിത്യതയിൽ എത്തിച്ചേരുവാൻ സഹായിക്കണമേ. അതിനെതിരായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപ സ്വഭാവങ്ങളെ ഇന്ന് പകൽ മാറ്റണമേ. ഇന്ന് പകൽ ഞങ്ങളുടെ അകത്തെ കണ്ണിനെ ദൈവം ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഈ ജനത്തെ അതിനുവേണ്ടി ഒരുക്കണമേ, അടിനെയും അതിനുവേണ്ടി ഒരുക്കണമേ. സകല മാനോ മഹത്വവും കർത്താവിന് ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്നു, അങ്ങനെ പുത്രനാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.